മോൺസ്റ്റർ വേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു ടൈറ്റൻ ആണ് ഗോഡ്സില്ല. ഗോഡ്സില്ല മാർവൽ യൂണിവേഴ്സിലേക്ക് എത്തിയാലോ? മാർവൽ യൂണിവേഴ്സിലെ ഹീറോസ് ആയ ഫാന്റാസ്റ്റിക് ഫോറും അവഞ്ചേഴ്സും എക്സ്മെനും എല്ലാം ഗോഡ്സില്ല ഇല്ലാതാക്കാൻ ഒരുമിച്ചാലോ? ഗോഡ്സില്ലയും മാർവൽ യൂണിവേഴ്സിലെ ഹീറോസും തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ ആരാകും ആ പോരാട്ടത്തിൽ വിജയിക്കാൻ സാധ്യത? ഇവർ തമ്മിലുള്ള പോരാട്ടം ഒരു സാധാരണ പോരാട്ടമാകാൻ സാധ്യതയില്ല. 2025 പുറത്തിറങ്ങിയ ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 2026 പുറത്തിറങ്ങിയ ഗോഡ്സില്ല ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ ഞാൻ ചെയ്ത എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ കോമിക്കിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ മസ്റ്റ് ആയിട്ടും കണ്ടതിന് ശേഷം മാത്രം ഗോഡ്സില്ല ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ കാണുവാൻ ശ്രമിക്കുക. ഗോഡ്സില്ലയുടെയും മാർവൽ യൂണിവേഴ്സിലെ ഹീറോസിന്റെയും വമ്പൻ പോരാട്ടങ്ങൾ ഈ കോമിക്കിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സോ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. എർത്ത് എന്ന പ്ലാനറ്റിനെ കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ഗാലക്സിയിലുടനീളം ഗോഡ്സില്ല കാരണം ദുരന്തം അനുഭവിക്കുന്നവരുടെ എല്ലാം തലവന്മാർ ഒത്തുകൂടിയിരിക്കുന്നു. അവർ ഭൂമിയെ നോക്കി കളിയാക്കുന്നു. ഭൂമിയിലുള്ളവർ ഗോഡ്സില്ല എന്ന മോൺസ്റ്ററിനെ ഗാലക്സിയിലേക്ക് എത്തിച്ചതുകൊണ്ടാണല്ലോ ഗാലക്സിയിലുള്ള പലരും ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത്. ചിലർ പറയുന്നത് എർത്തിനെ അങ്ങ് നശിപ്പിച്ചാലോ എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഗോഡ്സില്ല മരണത്തിന്റെ അവതാരമാണെന്നാണ്. ഗോഡ്സില്ല ഒരു എൽഡർ ഗോഡ് ആണെന്നാണ്. ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നവരെ മൊത്തത്തിൽ പറയുന്നത് ഗലാക്റ്റിക് സെനേറ്റ് എന്നാണ്. ഇവിടെ ഷിയാർ എന്ന ഏലിയൻ റേസിന്റെ ലീഡർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഗലാക്റ്റിക് സെനേറ്റിന്റെ മൊത്തം തീരുമാനം എർത്തിനെ ആക്രമിക്കുക എന്നതാണ്. എന്നാൽ എർത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന്. ഗോഡ്സില്ല പല ലോകങ്ങളും നശിപ്പിച്ചിരിക്കുന്നു. ഗോഡ്സില്ല ഒറ്റയ്ക്കല്ല, ഗോഡ്സില്ലയോടൊപ്പം ഒരു ദുഷ്ടശക്തി ചേർന്നിരിക്കുന്നു. അവൻ വളരെ ശക്തനാണ്. അവനാണ് ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ള്. ലോകങ്ങളെയെല്ലാം ഗോഡ്സില്ല നശിപ്പിക്കുമ്പോൾ ആ വിനാശത്തെ സർവൈവ് ചെയ്യുന്നവരെയെല്ലാം ടേക്ക് ഓവർ ചെയ്യുന്നത് നള്ളിന്റെ സിംബിയോട്സ് ആണ്. അവരുടെ അടുത്ത ലക്ഷ്യം, അതായത് അവർ അടുത്തതായിട്ട് നശിപ്പിക്കാൻ പോകുന്നത് വക്കാണ്ടയുടെ ഇന്റർ ഗലാക്റ്റിക് എംപയറിനെയാണ്. ഗോഡ്സില്ലയെ വഹിച്ചുകൊണ്ടുള്ള സിംബിയോട്ടുകളുടെ ഒരു ആർമി സ്പേസിൽ നിന്നും അതിവേഗത്തിൽ സഞ്ചരിച്ച് ഒരു ഉൽക്ക വന്ന് പതിക്കുന്നത് പോലെ വക്കാണ്ടയുടെ ഇന്റർ ഗലാക്റ്റിക് എംപയറിലേക്ക് വന്ന് പതിക്കുന്നു. വക്കാണ്ടയുടെ ഇന്റർ ഗലാക്റ്റിക് എംപയറിലേക്ക് വന്ന് പതിച്ച ഗോഡ്സില്ല സിംബിയോട്ടുകളുടെ കെട്ടുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് സകലതും നശിപ്പിക്കാനായിട്ട് തയ്യാറായി. യൂണിവേഴ്സിലെ തന്നെ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമായ സിവിലൈസേഷനെയാണ് ഗോഡ്സില്ല ഇവിടെ ഇല്ലാതാക്കാൻ പോകുന്നത്. ഗോഡ്സില്ലയുടെയും സിംബിയോട്ടുകളുടെയും ആക്രമണത്തിൽ ഒരുപാട് വക്കാണ്ടൻസ് മരണപ്പെടുകയാണ്. ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ളിന് കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആയ ഗോഡ്സില്ലയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും ഗോഡ്സില്ല എന്ന മോൺസ്റ്ററിനെ ഉപയോഗിച്ച് തന്റെ ശത്രുക്കളെ എല്ലാം മുച്ചൂട് മുടിക്കാനാണ് നള്ളിന്റെ ശ്രമം. ഗോഡ്സില്ല തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിച്ച് വക്കാണ്ടയുടെ ഇന്റർഗലാറ്റിക് എംപയറിന്റെ ഓരോ ഭാഗങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വക്കാണ്ടയുടെ ഇന്റർഗലാറ്റിക് എംപയറിന്റെ ജനറൽ അവിടേക്ക് വന്നിട്ട് എല്ലാവരോടും ഈ പ്ലാനറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ ആജ്ഞാപിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിങ് ഓഫ് ദി ഇൻഹ്യൂമൻസ് ആയ ബ്ലാക്കഗാർ ബോൾട്ടഗൻ അഥവാ ബ്ലാക്ക് ബോൾട്ട് വക്കാണ്ടയുടെ ഇന്റർഗലാറ്റിക് എംപയറിലേക്ക് ടെലിപോർട്ട് ചെയ്ത് എത്തുകയാണ്. ഇൻഹ്യൂമൻസിൽ ഏറ്റവും ശക്തനായ ബ്ലാക്ക് ബോൾട്ട് തന്റെ വായൊന്ന് തുറന്നാൽ, എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ആ ശക്തിയിൽ പർവ്വതങ്ങൾ വരെ തകർന്നു പോകും. ബ്ലാക്ക് ബോൾട്ടിനെ കണ്ടതും ഗോഡ്സില്ല അലറിക്കൊണ്ട് തന്റെ പവർഫുൾ ആയ അറ്റോമിക് ബ്രത്ത് പുറപ്പെടുവിക്കാൻ തയ്യാറായി. ബ്ലാക്ക് ബോൾട്ട് ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഗോഡ്സില്ല തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിക്കുന്നതിന് മുന്നേ തന്നെ ബ്ലാക്ക് ബോൾട്ട് തന്റെ പവർഫുൾ ആയ സോണിക് സ്ക്രീം ഗോഡ്സില്ലയ്ക്ക് നേരെ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. ബ്ലാക്ക് ബോൾട്ടിന്റെ സോണിക് സ്ക്രീം ഗോഡ്സില്ലയുടെ ദേഹത്തേക്ക് പതിച്ചതും ഗോഡ്സില്ലയുടെ ദേഹത്ത് ഷീൽഡ് പോലെ ഉണ്ടായിരുന്ന നള്ളിന്റെ സിംബിയോട്ടുകളെല്ലാം ചിതറിത്തെറിച്ച് ഇല്ലാതെയായി. അതോടെ ദേഹത്ത് മൊത്തം മുറിവുകളുമായിട്ട് ഗോഡ്സില്ല നിലം പതിക്കുന്നു. മാംസമെല്ലാം പുറത്ത് കാണാൻ പറ്റുന്ന തരത്തിൽ ഗോഡ്സില്ലയുടെ ദേഹത്തെല്ലാം മുറിവുകളാണ്. ഗോഡ്സില്ല നിലം പതിച്ചത് കണ്ടിട്ട് ഗോഡ്സില്ല മരണപ്പെട്ടു എന്ന് വിചാരിച്ച് വക്കാണ്ടൻസ് ആഹ്ലാദിക്കാൻ തുടങ്ങി. എന്നാൽ എന്തോ പന്തികേട് തോന്നിയിട്ടാകാമെന്ന് തോന്നുന്നു. വക്കാണ്ടൻസിനെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ബ്ലാക്ക് ബോൾട്ട് ജീവന് കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഗോഡ്സില്ല മരണപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഗോഡ്സില്ല മരണപ്പെട്ടിട്ടില്ല. ഗോഡ്സില്ലയുടെ ദേഹത്തെ മുറിവുകളെല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ ഹീല് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗോഡ്സില്ല എഴുന്നേറ്റിട്ട് അത്യധികം ദേഷ്യത്തോടെ തന്റെ പവർഫുൾ ആയിട്ടുള്ള അറ്റോമിക് ബ്രത്ത് പുറപ്പെടുവിച്ച് വക്കാണ്ടയുടെ ഇന്റർഗലാറ്റിക് എംപയറിനെ നശിപ്പിക്കാൻ തുടങ്ങി. ഗോഡ്സില്ലയുടെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ സ്ഫോടനം അങ്ങ് ബഹിരാകാശത്തുള്ള നള്ള് കണ്ടു. പെട്ടെന്ന് തന്നെ നള്ള് തന്റെ ചിൽഡ്രനായ സിംബിയോട്ടുകളെ വക്കാണ്ടയുടെ ഇന്റർഗലാറ്റിക് എംപയറിലെ അവശേഷിക്കുന്ന എല്ലാവരെയും ടേക്ക് ഓവർ ചെയ്ത് സ്വന്തമാക്കാൻ ആ പ്ലാനറ്റിലേക്ക് അയക്കുന്നു.
വക്കാണ്ടൻസും ബ്ലാക്ക് ബോൾട്ടും ഒക്കെ ഇല്ലാതായത് കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ഗലാക്റ്റിക് സെനേറ്റ്. സ്ക്രൾസിന് എങ്ങനെയെങ്കിലും എർത്ത് എന്ന പ്ലാനറ്റ് നശിക്കപ്പെട്ട് കണ്ടാ മതി. എർത്തിനെ നശിപ്പിക്കുന്നത് ഗോഡ്സില ആണെങ്കിലും നള്ളാണെങ്കിലും അവർ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിലും സ്ക്രൾസിന് സന്തോഷം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എർത്തിൽ നിന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഗലാക്റ്റിക് സെനേറ്റിനെ കോണ്ടാക്ട് ചെയ്യുന്നു. അവഞ്ചേഴ്സ് ഇപ്പോൾ അവരുടെ സ്പേസ് ജെറ്റിൽ സ്പേസിലൂടെ യാത്ര ചെയ്യുകയാണ്. ബ്ലാക്ക് പാന്തർ, ആന്റ്മാൻ, ക്യാപ്റ്റൻ മാർവൽ, വാസ്പ്, ഷീ ഹൾക്ക്, ബ്ലൂ മാർവൽ, സ്പൈഡർമാൻ, അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, വിഷൻ ഇവരൊക്കെയാണ് അവഞ്ചേഴ്സിന്റെ സ്പേസ് ജെറ്റിൽ ഉള്ളത്. ഗലാക്റ്റിക് സെനേറ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പ്രതീക്ഷ പോലെ ഗോഡ്സിലെ ന്യൂട്രലൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഗോഡ്സില എന്ന പ്രതിസന്ധിയെ നേരിടാനാണ് ഞങ്ങൾ പോകുന്നത്. എക്സ്മെൻ ഷിയാർ എന്ന ഏലിയൻ റേസിനെ സഹായിക്കാനായിട്ട് പോയിരിക്കുന്നു. ദ ഫാന്റാസ്റ്റിക് ഫോർ നമുക്ക് വേണ്ട എല്ലാ ശക്തരായ സൂപ്പർ ഹീറോസിനെയും റിക്രൂട്ട് ചെയ്യാൻ പോയിരിക്കുന്നു. ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി നള്ളിന്റെ പക്കൽ നിന്ന് ഗോഡ്സിലയെ സെപ്പറേറ്റ് ചെയ്യാൻ പോയിരിക്കുന്നു. നമ്മൾ ഗോഡ്സിലയെ തീർച്ചയായിട്ടും പരാജയപ്പെടുത്തും എന്നൊക്കെ. അയൺമാനും വിഷനും ബ്ലൂ മാർവലും സ്പൈഡർമാനും ഗോഡ്സിലയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വെപ്പൺസിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുകയാണ്. ഇതേ സമയത്ത് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ടീമിലെ മെമ്പേഴ്സ് ആയ റോക്കറ്റ് റാക്കൂൺ, നെബുല, സ്റ്റാർ ലോർഡ്, ഡ്രാക്സ്, ഗമോറ ഇവരെല്ലാവരും നള്ളിനെ ആക്രമിക്കാനായിട്ട് നള്ളിന്റെ ഷിപ്പിലേക്ക് എത്തി. റോക്കറ്റ് റാക്കൂൺ നിർമ്മിച്ചു കൊടുത്ത അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തു കൊടുത്ത ഒരു ന്യൂറൽ ഷോക്കർ നെബുലയുടെ പക്കലുണ്ട്. ഗോഡ്സിലയുടെ പക്കൽ നിന്ന് നള്ളിനെ സെപ്പറേറ്റ് ചെയ്യാൻ ആ ന്യൂറൽ ഷോക്കർ സഹായിക്കുമെന്നാണ് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയുടെ വിശ്വാസം. നള്ളിന്റെ ഷിപ്പിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി നള്ളിന്റെ സിംബിയോട്ടുകളെ ആക്രമിച്ച് അവസാനം സാക്ഷാൽ ഗോഡ് ഓഫ് ദ സിംബിയോട്ട്സ് ആയ നള്ളിന്റെ പക്കലേക്ക് എത്തി. സ്റ്റാർ ലോർഡ് നള്ളിനെ ആക്രമിക്കാനായിട്ട് പാഞ്ഞെത്തിയെങ്കിലും നള്ള് സ്റ്റാർ ലോർഡിന്റെ തലയ്ക്ക് പിടിച്ചിട്ട് വലിച്ചൊരൊറ്റയേറ്. ദൂരേക്ക് തെറിച്ചു വീണ സ്റ്റാർ ലോർഡ് തന്റെ പുറകിലേക്ക് നോക്കിയപ്പോൾ നള്ളിന്റെ ഗോഡി വേമിനെ കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ നള്ള് തന്റെ സിംബിയോട്ടുകളെ ഉപയോഗിച്ച് സ്റ്റാർ ലോർഡിനെയും മറ്റ് ഗാർഡിയൻസിനെയും പിടികൂടുന്നു. നള്ള് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയോട് പറയുന്നുണ്ട്. അതായത് വിനാശം എന്താണോ വൈരാഗ്യവും വെറുപ്പും എന്താണോ അതാണ് ഗോഡ്സില്ല. ഗോഡ്സിലെ കൺട്രോൾ ചെയ്യാനോ അവനോടൊപ്പം ജോയിൻ ചെയ്യാനോ ഉള്ള ശക്തിയൊന്നും എനിക്കില്ല. എന്നാൽ എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നിറവേറ്റാൻ ഗോഡ്സിലെ ഇതേപോലെ ഞാൻ ഉപയോഗിക്കും എന്നൊക്കെ. നള്ള് ഇതെല്ലാം പറഞ്ഞു തീരേണ്ട താമസം സിംബിയോട്ടുകളുടെ കെട്ടുകൾ പൊട്ടിച്ച നെബുല നള്ളിന്റെ തലയിലേക്ക് റോക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത ന്യൂറൽ ഷോക്കറിൽ നിന്ന് ന്യൂറോ ഷോക്ക് കൊടുക്കുന്നതോടെ നെബുല ഒരു ഭീകരമായ കാഴ്ച കാണുകയാണ്. അതായത് നള്ളിന്റെ പ്രധാന ലക്ഷ്യം ആസ്ഗാർഡിന്റെയും ഇഗ്ഡ്രാസിൽ എന്ന വേൾഡ് ട്രീയുടെയും വിനാശമാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നള്ള് നെബുലയുടെ കൈ പിടിച്ചങ്ങ് ഓടിക്കുന്നു. ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയുടെ സ്പേസ്ഷിപ്പിന്റെ സഹായത്തോടെ തന്റെ സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന റോക്കറ്റിനെ നള്ളിന്റെ സിംബിയോട്ടുകൾ വളയുന്നു. സിംബിയോട്ടുകൾ ഗാർഡിയൻസിന്റെ സ്പേസ്ഷിപ്പ് നശിപ്പിക്കുന്നതും റോക്കറ്റ് നിലവിളിക്കുന്നതുമാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാം. ആസ്ഗാർഡിന്റെ ഓൾഫാദറായ ഓഡിൻ ഇഗ്ഡ്രാസിൽ എന്ന വേൾഡ് ട്രീയുടെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാവാൻ പോവുകയാണ്. ഒട്ടും സമയം പാഴാക്കാതെ ഓഡിൻ തന്റെ ശക്തമായ സ്വരത്തിൽ ആസ്ഗാർഡിനെ ലക്ഷ്യമാക്കി പറയുവാണ്: ആസ്ഗാർഡ്, ഞാൻ പറയുന്നത് കേൾക്കൂ. യുദ്ധത്തിന്റെ കൊടികൾ ഉയർത്തൂ. ഒരു ഭീമനെ നേരിടാൻ തയ്യാറാകൂ. ആ ഭീമൻ ഒരിക്കലും സർത്താർ അല്ല, എന്നാൽ സർത്താറിനെ പോലെ തന്നെ. അതുകൊണ്ട് റെലംസിനെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാകൂ. ഗോഡ്സില്ല നമ്മളെ തേടി വരുന്നു, എല്ലാവരും തയ്യാറാകൂ എന്നൊക്കെ. ഇതേ സമയത്ത് അങ്ങ് ഡീപ് സ്പേസിൽ ദ ഫാന്റാസ്റ്റിക് ഫോർ ഒരു ജയന്റ് സ്പിയറിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. ഗോഡ്സില്ലയ്ക്കും നള്ളിനുമെതിരായ യുദ്ധത്തിന് വളരെ ശക്തരായവരെ ദ ഫാന്റാസ്റ്റിക് ഫോറിന് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് ദ ഫാന്റാസ്റ്റിക് ഫോർ ആദ്യമായിട്ട് സഹായം ചോദിച്ചു ചെല്ലുന്നത് സാക്ഷാൽ ദ ഈറ്റർ ഓഫ് വേൾഡ്സ് എന്നറിയപ്പെടുന്ന ഗലാക്ടസിന്റെ പക്കലേക്കാണ്. ആദ്യമൊക്കെ ഗലാക്ടസ് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ലെങ്കിലും ദ ഫാന്റാസ്റ്റിക് ഫോർ ഒന്ന് രണ്ട് ഡയലോഗ്സിൽ ഗലാക്ടസ് വീണു. ദ ഫാന്റാസ്റ്റിക് ഫോർ ഗലാക്ടസിനോട് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഗലാക്ടസിന് വിശക്കുമ്പോൾ ഗലാക്ടസ് പല വേൾഡുകളെയും വിഴുങ്ങാറുണ്ട്. ഗലാക്ടസിന് കഴിക്കേണ്ട വേൾഡുകളെയെല്ലാം ഗോഡ്സില നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അത് അങ്ങനെ തുടർന്നാൽ ഗലാക്ടസിന് വിശക്കുമ്പോൾ കഴിക്കാൻ വേൾഡുകൾ ഇല്ലാതാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വേൾഡുകളെ നശിപ്പിക്കുന്ന ഗോഡ്സിലെ ഗലാക്ടസ് അങ്ങ് തിന്നേക്കെന്ന്. ഇതോടെ ഗോഡ്സില ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഗോഡ്സില ഇൻഫിനിറ്റി റോർ എന്ന കോമിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണുക. എന്തായാലും ഗോഡ്സില ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ അടുത്ത ഇഷ്യൂവിൽ ഗലാക്ടസും ഗോഡ്സിലയും തമ്മിലുള്ള ഒരു വമ്പൻ പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ഗലാക്ടസ് മാത്രമല്ല, സാക്ഷാൽ ഓഡിനും ഗോഡ്സിലക്കെതിരെ പോരാടാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.